ധൻരാജ് എമ്പുരാൻ സിനിമ കണ്ടോ? കണ്ടു. ഞാനും കണ്ടു. അതിൽ ഈ എമ്പുരാൻ ഈ രാഷ്ട്രീയം പറയേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരു സിനിമയുടെ രീതി വെച്ച്, പ്രത്യേകിച്ച് മുരളി ഗോപിയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണെങ്കിലും ടിയാനാണെങ്കിലും ഒക്കെ രാഷ്ട്രീയം പറയുന്ന, കാരണം സമൂഹത്തിൽ നിന്ന് കഥ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ കഥയിലും അത് വരാം. ഏതാണ്ട് 36 തിയേറ്ററുകളിലായിരുന്നു ബോംബെയിൽ, വലിയ ഒരു ടൗണിൽ തന്നെ 36 തിയേറ്ററുകളിൽ അന്ന് കളിച്ചത് എമ്പുരാനാണ്. ബാംഗ്ലൂർ കളിക്കുന്നത്, ഡൽഹിയിൽ കളിക്കുന്നത്, ചെന്നൈയിൽ കളിക്കുന്നത്, അങ്ങനെ മൊത്തത്തിൽ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ്. ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിൻ്റെ ഒരു രീതി നമ്മൾ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് KGF, അതിൽ കാണിക്കുന്ന ഒരു മാസ് പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ ഒരു നായകൻ ബാഹുബലി 1ലും 2ലും കാണുന്ന ബാഹുബലി എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, പുഷ്പ, അതിലും ഒരു മാസ് എൻട്രിയാണ്. ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഒരു പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ രീതിയിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ള കഥാപാത്രങ്ങൾ. ഈ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞ് ഇതിൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാറിനെ ഞാൻ കണ്ടില്ല. ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് മെയിൻ ആക്ടറായിട്ട് ഞാൻ കണ്ടത് പൃഥ്വിരാജിനാണ്. പൃഥ്വിരാജിൻ്റെ ആറാട്ടെന്ന് ആൾക്കാർ പറയുവാൻ വേണ്ടി പൃഥ്വിരാജ് ഉണ്ടാക്കിയ ഒരു ഉത്സവമാണ് എമ്പുരാൻ എന്നാണ് ഞാൻ ഈ സിനിമയെ നോക്കി കാണുള്ളൂ. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന രാഷ്ട്രീയം, ശൂലം ഗർഭിണി രാഷ്ട്രീയമുണ്ട്, ശൂലം ഗർഭിണി വിവാദങ്ങളുണ്ട്. ഇതുമെല്ലാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്യേണ്ടതിൻ്റെ കാര്യം എന്താണ്? ഇത് കേരളത്തിൻ്റെ പുറത്ത് പോയിട്ട് ഇപ്പം ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന വില്ലൻ വേഷത്തിൽ ഇതിൽ പറയുന്ന ദേശീയ രാഷ്ട്രീയ നേതാക്കളായിട്ട് പല സംഘപരിവാർ നേതാക്കളും, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പല സൈബർ അടങ്ങളും പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇത്തരത്തിൽ കാണിച്ചു എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കാണിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ഈ വില്ലൻ അവൻ്റെ നാട്ടിൽ പോയി സിനിമ കാണുന്നവരെ പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത്രയ്ക്ക് എനിക്ക് ആ സിനിമയുടെ രാഷ്ട്രീയം, ആദ്യത്തെ മിനിറ്റുകളിൽ സാങ്കേതികമായി ഈ സിനിമ വൻതോതിൽ മുന്നിട്ട് നിന്നെങ്കിലും സിനിമയുടെ രാഷ്ട്രീയം ഈ വൻതോതിൽ ഇന്ത്യ ഒട്ടാകെ കാണിക്കണമെന്നുണ്ടായിരുന്നോ എന്നുള്ളതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. ഇത് വരുന്നത് ഗുജറാത്ത് കലാപം എന്ന് പറയുന്നില്ല, പക്ഷേ ആ സിനിമയുടെ ടൈറ്റിൽ കാർഡ് ട്രെയിൻ കത്തിച്ചത് വെറുതെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന് ആ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ട്രെയിൻ കത്തിക്കുന്നത് ശരിക്കും കാണിക്കുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. അതിന്റെ തൊട്ടു പുറകെയാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, അത് മാത്രം ശ്രദ്ധിക്കാതിരിക്കാൻ കാണിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല, ടൈറ്റിൽ കാർഡിൽ ആ ട്രെയിൻ കത്തുന്നത് കാണിക്കുന്നുണ്ട്. അതിന്റെ പുറകെയാണ് ഈ സംഭവങ്ങളും വരുന്നത്. അവിടെ കലാപം നടന്നു എന്നതൊരു സത്യമാണ്. അതിന്റെ കാരണം എന്തായാലും കലാപം നടന്നു. ആ കലാപത്തില് ഒരുപാട് പേര് മരിച്ചു, സ്ത്രീകളും റേപ്പ് ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് അന്നത്തെ വാർത്തകളിൽ കണ്ടിരുന്നത്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഒരു സ്ഥലത്തും ഈ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഈ സംഭവങ്ങള് ഇതിന് മുമ്പുള്ള പല സിനിമകളും വന്നിട്ടുണ്ട് കേരളത്തില്. ഒന്ന് നമ്മുടെ ദിലീപും TV ചന്ദ്രനും കൂടെ ഉള്ള ഒരു സിനിമ, നല്ല പാട്ടൊക്കെ ഉള്ള, ഇന്ദ്രൻസ് ഒക്കെ ഉള്ള കഥാവശേഷൻ. അതിനകത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പാൻ ഇന്ത്യൻ ആണോന്നല്ല, ഈ സിനിമ നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് ഇങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ നോക്കൂ. ഇങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം മലയാളിക്കും, ഹിന്ദിക്കാരനും, തമിഴനും, തെലുങ്കനും, കന്നഡക്കാരനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ആൾക്കാരെ കാണിച്ചിട്ട് ഇത് ഇന്ത്യ കത്തും, ഇന്ത്യ തകർക്കും, രോമാഞ്ചിഫിക്കേഷൻ, തേങ്ങാക്കൊല എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറക്കുന്നു. ഈ സിനിമ ഇറക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇന്ത്യയെ രണ്ടായി ഭിന്നിച്ചു എന്ന് പലരും പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മതതീവ്രവാദം ഉണ്ടായി എന്ന് പറയുന്ന ഇപ്പോഴും ഉത്തരം കിട്ടാണ്ട് നമ്മളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്നവരൊക്കെ അതൊന്ന് മാറ്റി വെച്ചിട്ട് സാധാരണക്കാർ മുന്നോട്ട് പോകുന്ന ഒരു രീതിയുടെ സമയത്ത് ഈ സാധനം കൊണ്ടുപോയിട്ട് ഇന്ത്യ മൊത്തം കത്തിച്ചിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിക്കുക ആൾക്കാരെ ഇതിൻ്റെ ഒരു വശത്ത് പോലും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത സാധനമാണ് ആൾക്കാർ പോയി കാണുന്നത്. ആദ്യത്തെ എമ്പുരാൻ എടുത്തു നോക്കൂ. എമ്പുരാൻ ആദ്യത്തെ എന്താണ് അതിൻ്റെ പേര്? ലൂസിഫറിൽ കാണിക്കുന്ന ഒരു പബ്ലിക് ഇഷ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എന്താണത്? മയക്കുമരുന്ന്, രാസലഹരി. ഇതിനെ കുറിച്ചിട്ടൊരു സിനിമ ചെയ്യായിരുന്നു. ഇവിടെ കർണാടക പോലീസും കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ സംയുക്തമായിട്ട് ഇതിനെതിരെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ പൊതുജന താല്പര്യാർത്ഥമുള്ള ഒരു ചിത്രമായനെ. അതും ഈ പറയുന്ന പോലെ നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് പറയണേ. ഇറ്റ്സ് എ ഗുഡ് ഡയറക്ടർ പൃഥ്വിരാജ്. അത് നല്ല രീതിയിൽ ഇപ്പം ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അത് മോൾഡ് ചെയ്തുണ്ടാക്കിയ രീതിയിൽ ഇത്തരത്തിൽ സമൂഹത്തിന് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ എടുത്തു കഴിഞ്ഞ് ലൂസിഫർ 2 കാണിച്ച്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് ട്രംപ് കഴിഞ്ഞ പിന്നെ ഈ പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തൻ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ കാണിച്ചു വെച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? അത് കഴിഞ്ഞ് മറ്റേ സിനിമയിലും ഉണ്ടായിരുന്നു, ലൂസിഫറിലും ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി മയക്കുമരുന്നിൻ്റെ കഥ, ഈ സിനിമ ഇറക്കുന്ന കാലത്ത് മയക്കുമരുന്ന് എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ പോലെ ഒരു വിഷയമായിരുന്നില്ല. ഇപ്പോൾ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയം കൃത്യമായിട്ടും വർഗീയതയാണ്. അത് മാത്രമല്ല, പറയട്ടെ,
ഇപ്പം ഞാൻ സംസാരിക്കുന്ന വിഷയം വർഗീയതയാണ്. അന്ന് മയക്കുമരുന്ന് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് കേരളം മുഴുവൻ ആ സിനിമ എന്താണോ പറഞ്ഞത് ആ ഒരു അവസ്ഥയിൽ, എന്താണോ വരരുത് എന്ന ആ സിനിമ പറഞ്ഞ് ആ ഒരു അവസ്ഥയിലെത്തി. ഇനി അടുത്ത L3 വരുമ്പോഴത്തേനും ഈ കേരളത്തിൽ വർഗീയത എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് ഒന്നും കൂടെ കത്തിക്കുന്ന രീതിയിലോട്ട് ആ സിനിമ നല്ലൊരു കാറ്റലിസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരില്ല എന്ന് പറഞ്ഞ വർഗീയത അല്ലെങ്കിൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയം ഈ കേരളത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഈ ഡാം പൊളിക്കാനായിട്ട് ആൾക്കാർ വരുന്നു. ഇതെന്തത് കേരളത്തിൽ വന്ന് ഡാം പൊളിക്കാനാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നത്? ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങളാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു ഡാമിന്റെ കാര്യവും കേരളം അതീവ ജാഗ്രതയോടുകൂടി കാണുന്ന സാധനമാണ്. അതിനെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് ഈ ഡാം തകർക്കാനായിട്ട് ആൾക്കാർ വരുന്നു. BJP 35 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ സുരേന്ദ്രന്റെ കഥ അതേപോലത്തെ ഒരു കഥാപാത്രമായിട്ട് സുരാജ് വരുന്നു. അതിനു വേണ്ടി ഇടതും വലുതും എല്ലാവരെയും കൂടി ചായ കുടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക. ഇവരെന്ത് ചെയ്യണം, ഇവർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിനിടയ്ക്ക് ഇവിടെ ഒരു മന്ത്രിയുടെ മകനായിട്ട് ഇപ്പോൾ ഉള്ള ഒരു കൂറ് മാറുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനാണെന്നേ കേരളത്തിൽ കാണിക്കുന്നത്. കേരള രാഷ്ട്രീയം ഇങ്ങനെ അല്ല. ഈ ലൂസിഫറിൽ ഇതേപോലെ തന്നെ രാഷ്ട്രീയം കാണിച്ചു. മകളുടെ ഭർത്താവ് ഇവിടെ കിടന്നിട്ട് അറുമാദിക്കുന്നൊക്കെ കാണിച്ചു. കണ്ടവർക്ക് കുറച്ചു പേർക്കെങ്കിലും തോന്നിക്കാണും അത് ദേശീയ പാർട്ടിയുടെ മകളുടെ ഭർത്താവ് ഇവിടെ കാണിച്ചു കൂട്ടിയത് അന്ന് ഭരണമുള്ള സമയത്ത് എന്തൊക്കെയായിരുന്നു എന്ന്. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന സംഭവം. പക്ഷെ ഇതിനകത്ത് ഈ പറയുന്ന ഡാം പൊളിക്കലൊക്കെ ഫിക്ഷനായിട്ടൊരു സ്റ്റോറി ആയിട്ട് കാണാം. അതിനപ്പുറത്തേക്ക് വേറൊരു സത്യമുണ്ട്. നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസിയെ പേടിച്ച് ഒരു മുഖ്യമന്ത്രി കൂറുമാറുന്നത്, പാർട്ടിക്കെതിരെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ആ സ്ഥാനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഒന്ന് അറസ്റ്റ് ചെയ്തു പോകുന്ന സീന്, അതിന് വിലങ്ങി വെക്കുമ്പം വിലങ്ങി വെക്കരുതേ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സീൻ, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെ. ഇപ്പം നമുക്ക് കാണുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ ഒരു ദേശീയ ഏജൻസികൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നതും അല്ലെങ്കിൽ സമൂഹം കാണുന്നതുമായിട്ടൊരു സംഭവം. പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണോ? മുഴുവൻ പറയട്ടെ. ഈ മാധ്യമങ്ങൾ പറയുന്ന ഈ ഒരു സംഭവം ഇതിവിടെ ഉണ്ട്. ഇനി ഒന്നും കൂടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും അധികം ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ് കൊടകര കുഴൽപ്പണ കേസ്. അതിൽ ഇഡിയുടെ റിപ്പോർട്ട് വെള്ളം തൊടാതെ കേരള ജനത വിഴുങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ വന്ന പുതിയ കഥകളൊന്നും ജനങ്ങൾക്ക് ഇവിടെ ബോധിക്കാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ കേരള പോലീസ് ഉണ്ടാക്കിയ കഥയാണോ ഇഡി ഉണ്ടാക്കിയ കഥയാണോ സത്യം എന്നുള്ളത് റിപ്പോർട്ട്, കഥ എന്ന് പറയുന്നത് റിപ്പോർട്ട് ആരുടെ റിപ്പോർട്ടായിരുന്നു സത്യം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വാർത്താമാധ്യമങ്ങളിൽ കൂടെ കാണുന്ന ഒരു കഥയാണ്. എമ്പുരാനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എമ്പുരാൻ 100 കോടി ഉണ്ട് എന്ന് പറയുന്നു. പലരും പറയുന്നു അതിന്റെ പകുതി പോലും കളക്ട് ചെയ്തിട്ടില്ല. ആദ്യം എല്ലാവരും കാണിക്കുന്ന പോലെ ഹൈപ്പ് കൂട്ടി കാണിക്കുകയാണ് എന്ന് പറയുന്നു. മോഹൻലാലിന്റെ ഫാൻസ് ഇടിച്ചു കയറിയത് മോഹൻലാലിന്റെ രംഗങ്ങൾ കാണാനായിരുന്നു. സിനിമയിൽ മോഹൻലാലിന്റെ രംഗങ്ങൾ വളരെ കുറവായിരുന്നു. ഇത്തരത്തിലൊരു രാഷ്ട്രീയം പറയുവാനും രാഷ്ട്രീയം കാണിക്കുവാനും വാര്യംകുന്നനായിട്ട് വേഷം കെട്ടാത്ത പൃഥ്വിരാജ് ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ അസുഖം അങ്ങ് തീർത്തു എന്ന് പറയപ്പെടുന്ന പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. വൻതോതിൽ സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ട് ഈ സിനിമയിൽ രാഷ്ട്രീയം ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഏറ്റവും മികച്ച ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഈ ലൂസിഫർ ഏറ്റവും മികച്ച സിനിമയായത് അതിനകത്ത് രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ്. രാഷ്ട്രീയക്കാരൻ മയക്കുമരുന്നിന് വേണ്ടി പാർട്ടി ഫണ്ട് മേടിക്കുന്ന സീനുകളായിരുന്നു അതിനകത്ത്, അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിന് വേണ്ടി കഷ്ടപ്പെടുന്ന സീൻ. ഒരു സ്റ്റാർ ക്യാരക്ടർ ആയിരുന്നു മോഹൻലാലിന്റെ. പക്ഷെ ഇതില് മോഹൻലാൽ ഒരു കോട്ട് ഇട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു. അല്ല, അങ്ങനത്തെ കോസ്റ്റ്യൂമിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന മോഹൻലാലിനെ അല്ല നമ്മൾ കണ്ടത്. ഏച്ച് കെട്ടി വെച്ചിരിക്കുന്ന ഒരു മോഹൻലാൽ. ആ സീനുകളിലൊക്കെ ചിലപ്പോൾ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് ഞാനെന്ന വ്യക്തിക്ക് തോന്നി. കാരണം അങ്ങനത്തെ ഒരു കോട്ടിട്ട ഒരു വേഷവും പിന്നെ സിനിമ ഈ പറയുന്ന പോലെ കളക്ട് ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? ഏത് ഇവർ ഈ പറയുന്ന മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിടിച്ചില്ലെങ്കിൽ മൂന്നാം ഭാഗം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അല്ല, പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പിടിച്ചേക്കും. കാരണം കേരളത്തിൽ നിന്ന് തന്നെ കിട്ടുന്നത് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞപ്പോൾ ഇവിടെ കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ എതിർത്തൊരു സിനിമയാണ് കേരള സ്റ്റോറി. അന്ന് കാണാത്ത ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇപ്പം നമ്മൾ കാണുന്നത് എമ്പുരാന് വേണ്ടി. സിനിമയായിട്ട് കാണാൻ ഏതായാലും പറ്റണം. കാരണം കേരള സ്റ്റോറി എന്ന് പറഞ്ഞത് നടന്നൊരു സംഭവമാണ്. കേരളത്തിൽ നിന്ന് നിമിഷപ്രിയ അടക്കമുള്ള ഒരു IS ചേർന്നൊരു കഥകൾ നമുക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനത്തെ സിനിമ കാണുമ്പോൾ എതിർക്കുകയും ഈ സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പുകൾ നമ്മളെപ്പോഴും നോട്ട് ചെയ്യണം. പല സിനിമകളും 2-ൽ തീരുമോ എമ്പുരാൻ, 3-ൽ വീണ്ടും ഉദിക്കുമോ? കാത്തിരുന്ന് തന്നെ കാണാം. സിനിമയ്ക്കെതിരെ വൻതോതിൽ വ്യാപകമായിട്ടുള്ള സിനിമയ്ക്കെതിരെയുള്ള പ്രചരണങ്ങൾ ശക്തമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അവരെ അപമാനിച്ചു. ഒരു ദേശീയ പാർട്ടി തന്നെ അതിനെ എതിർത്ത് നിൽക്കുന്ന സാഹചര്യമാണ്.
ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ. എന്തായാലും കത്തുമോ അതോ കെട്ടുപോകുമോ എന്നുള്ളത് അടുത്ത ദിവസങ്ങൾ തന്നെ തെളിയിക്കും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.